നമസ്കാരം. ചപ്പാത്തി കഴിക്കാറില്ല, അതുകൊണ്ട് ഹിന്ദി അറിയാനും പാടില്ലെന്ന പഞ്ചാബി ഹൌസിലെ രമണന്റെ ഹിറ്റ് ഡയലോഗ് മലയാളികളുടെ നർമ്മ നിമിഷങ്ങളിൽ ഇടയ്ക്കിടെ ആവർത്തിക്കപ്പെടാറുണ്ട്. ഹിന്ദി അറിയില്ലെങ്കിലും മലയാളിയുടെ തീന്മേശയിൽ ചപ്പാത്തി സ്ഥാനം പിടിച്ചിട്ട് 100 വർഷം പിന്നിട്ടു. കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കരണ മുന്നേറ്റവുമായി ചേർന്ന് കിടക്കുന്നതാണ് ചപ്പാത്തിയുടെ ചരിത്രവും. ഐത്യത്തെ കുടഞ്ഞെറിയണമെന്ന് പഠിപ്പിച്ച വൈക്കം സത്യാഗ്രഹമാണ് ചപ്പാത്തി എന്ന പുത്തൻ പലഹാരത്തെ കേരളത്തിന് സമ്മാനിച്ചത്. സത്യാഗ്രഹത്തിന് പിന്തുണയുമായി വന്ന സിഖുകാരാണ് ചപ്പാത്തി തയ്യാറാക്കുകയും കേരളത്തിലുള്ളവർക്ക് നൽകുകയും ചെയ്തത്. ആ ചരിത്രം ഇങ്ങനെ: കേരളത്തിലെ ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ നടന്ന വലിയ സമരങ്ങളിലൊന്നായിരുന്നു വൈക്കം സത്യാഗ്രഹം. സാക്ഷാൽ മഹാത്മാഗാന്ധി പിന്തുണയ്ക്കുകയും ശ്രീനാരായണ ഗുരു നേതൃത്വം നൽകുകയും ചെയ്ത സമരത്തിന്റെ വാർത്ത ഇന്ത്യ മുഴുവൻ കാട്ടുതീ പോലെയാണ് പടർന്നത്. ലണ്ടനിൽ നിന്ന് വരെ സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള വാർത്തയറിഞ്ഞ് സംഭാവനകൾ എത്തിയിരുന്നുവെന്നതാണ് ചരിത്രം. ജാതീയതയ്ക്കെതിരായ വലിയ സമരമെന്ന തരത്തിൽ ഹിന്ദി, ഇംഗ്ലീഷ് പത്രങ്ങളിലെല്ലാം അന്ന് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ വന്നിരുന്നു. അന്ന് പട്യാല സംസ്ഥാനത്തെ മന്ത്രിയായിരുന്ന മലയാളിയായ സർദാർ KM പണിക്കർ വഴിയാണ് പട്യാല രാജാവും സിഖ് നേതാക്കളും വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് അറിഞ്ഞത്. സമരത്തിലുള്ളവർക്ക് ഭക്ഷണം ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നറിഞ്ഞ രാജാവ് 3 കപ്പൽ ഗോതമ്പ് കൊച്ചിയിലേക്ക് കയറ്റിവിട്ടു. ഒപ്പം സിഖ് സമുദായത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ശിരോമണി ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റിയുടെ ഒരു സംഘത്തെയും. സിഖ് ആരാധനാലയങ്ങളായ ഗുരുദ്വാരകളിൽ കാലോചിത പരിഷ്കാരങ്ങൾക്കായി പ്രക്ഷോഭത്തിനിറങ്ങി തിരിച്ച അകാലി സംഘങ്ങളിലൊന്നാണ് വൈക്കത്തെത്തിയത്. 1924 ഏപ്രിൽ 29 അമൃത്സറിൽ നിന്നുള്ള സർദാർ ലാൽ സിംഗിന്റെയും ബാബ കൃപാൽ സിംഗിന്റെയും നേതൃത്വത്തിൽ കേരളത്തിലെത്തിയ അകാലികൾ തുറന്ന സൗജന്യ ഭോജനശാലയിൽ തയ്യാറാക്കിയ ചപ്പാത്തി മലയാളികൾക്ക് ഇഷ്ടമായി. പക്ഷേ കടുകെണ്ണ പലർക്കും അരുചിയായി. പകരം വെളിച്ചെണ്ണയും നെയ്യും ഡാൽഡയും പാമോയിലുമൊക്കെ ചേർത്ത് ദോശക്കല്ലിൽ ചപ്പാത്തി ചുട്ടെടുത്തു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് അടുത്തെ സത്യാഗ്രഹ പന്തലിന് സമീപത്തുള്ള അടുക്കളയിൽ ഗോതമ്പ് പൊടിയിൽ വെള്ളം ചേർത്ത് അവർ മാവ് കുഴയ്ക്കുന്ന രീതിയും മല പോലെ കൂട്ടിയിട്ടിരിക്കുന്ന കൂറ്റൻ ഗോതമ്പ് മാവും മാവ് കുഴച്ച് ചപ്പാത്തി പരത്തി ചുടുന്നതുമെല്ലാം കണ്ടു നിന്നവർക്ക് ഏറെ കൗതുകമായി. എന്നാൽ അധികം കഴിയും മുമ്പ് അകാലി ഭക്ഷണശാലയുടെ സഹായം സത്യാഗ്രഹികൾ സ്വീകരിക്കുന്നത് യുക്തമല്ലെന്ന് മഹാത്മാഗാന്ധി നിർദ്ദേശിച്ചു. ആഹാരം കഴിക്കുന്നതിന് വകയുള്ള മലയാളി സിഖുകാരുടെ സൗജന്യ ഭക്ഷണം കഴിക്കുന്നത് ഭിക്ഷയെന്നായിരുന്നു ഗാന്ധിജിയുടെ നയം. ഗുരുദ്വാര കമ്മിറ്റിയുടെ ഉത്തരവില്ലാതെ ഭക്ഷണശാല പൂട്ടില്ലെന്നായി അകാലികൾ. കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങൾക്കും ഭക്ഷണശാല നിർത്തുന്നതിനോട് യോജിപ്പാണെന്ന് KM പണിക്കരുടെ അറിയിപ്പ് വന്നതോടെ മനസ്സിലാ മനസ്സോടെ അകാലികൾ പഞ്ചാബിലേക്ക് തന്നെ മടങ്ങി. എന്നാൽ ചപ്പാത്തിയും അതിന്റെ നിർമ്മാണ രീതിയും രുചിയും കേരളം കൈവിട്ടില്ല. അടുത്തിടെ കർഷക സമരം നടക്കുമ്പോഴും സിഖുകാർ നടത്തിയിരുന്ന ലങ്കറുകൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഏത് കറിക്കൊപ്പവും കറിയില്ലാതെയും കഴിക്കാവുന്ന ചപ്പാത്തി ഇപ്പോൾ ഡയറ്റ് ചെയ്യുന്നവരുടെ പ്രധാന മെനുവിലും ഉൾപ്പെടുന്നുണ്ട്. സെഞ്ചുറിയടിച്ച ചപ്പാത്തി വരവിനെ മാവേലിക്കരയിൽ വിപുലമായി ആഘോഷിക്കുകയും ചെയ്തു. കഥാകൃത്ത് KM സുധാകരൻ പ്രസിഡന്റും റെജി പാറപ്പുറം സെക്രട്ടറിയുമായ കഥാസാഹിത്യ സംഘടനയാണ് ഇന്നലെ ചപ്പാത്തിയുടെ വരവിന്റെ 100ാം വാർഷികം ആഘോഷിച്ചത്. ഉത്തരേന്ത്യയിൽ പരക്കെ ഉപയോഗിക്കുന്ന പ്രധാന ആഹാരമാണ് ചപ്പാത്തി. ഇതിനെ റൊട്ടി എന്നും വിളിക്കുന്നു. ഗോതമ്പ് മാവാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നത്. ഗോതമ്പ് മാവിൽ ഉപ്പും വെള്ളവും ചേർത്ത് കുഴയ്ക്കുക. അരമണിക്കൂറിന് ശേഷം പരത്തി ചട്ടി ചൂടാക്കി ചുട്ടെടുക്കാവുന്നതാണിത്. പരന്ന ഗോതമ്പപ്പം എന്നർത്ഥമുള്ള ചപ്പാത്തി എന്ന പേർഷ്യൻ വാക്കിൽ നിന്നാണ് ചപ്പാത്തി ഉണ്ടായത്. വാർത്തയുടെ നിറം തേടി തനി നിറം.